എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കീം എക്സാം സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെയുള്ള അപ്ഡേറ്റുകളും അറിയിപ്പുകളും യഥാസമയം നിങ്ങളിലേക്ക് എത്തുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വച്ചേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ വർഷത്തെ കീം എൻട്രൻസ് പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡ് ഇന്നലെയോടുകൂടി പ്രസിദ്ധീകരിക്കുമെന്നായിരുന്നു നിരവധിയധികം എക്സാം ന്യൂസ് പോർട്ടലുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ എൻട്രൻസ് കമ്മീഷണറുടെ ഭാഗത്തു നിന്ന് ഇതുവരെയും എക്സാമിന് വേണ്ടിയുള്ള അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ നിരവധി കുട്ടികളാണ് ഞങ്ങളുടെ പഴയ വീഡിയോകളുടെ കമന്റ് ബോക്സിൽ ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നത്. അഡ്മിറ്റ് കാർഡിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് കീം എക്സാമിന് വേണ്ടി നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രധാനമായിട്ടും വേണ്ടത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ, എല്ലാം ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്, പ്രധാനപ്പെട്ട ഇക്വേഷൻസ് തുടങ്ങിയ കാര്യങ്ങൾ കോളേജ് ദോസ് എന്ന പ്ലാറ്റ്ഫോം അവരുടെ സ്വന്തം വാട്സപ്പ് ബോട്ടിലൂടെ ഇപ്പോൾ നൽകുന്നുണ്ട്. ബോട്ടിന്റെ ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി പരമാവധി എല്ലാ കുട്ടികളും യൂസ് ചെയ്യുക. കീം എക്സാം എഴുതുന്ന കുട്ടികളെ സംബന്ധിച്ചോളം അഡ്മിറ്റ് കാർഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നിങ്ങൾക്ക് എക്സാം എഴുതേണ്ട സ്ലോട്ട്, എക്സാം സെന്റർ തുടങ്ങിയ പല വിവരങ്ങളും അഡ്മിറ്റ് കാർഡിൽ വ്യക്തമായിട്ട് തന്നെ ഉണ്ടാകും. കഴിഞ്ഞ വർഷത്തെ വച്ച് നോക്കുമ്പോൾ ഈ വർഷം അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുന്നതിൽ ചെറിയൊരു ഡിലേ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ വളരെയധികം ഡിലേ ആവാതെ തന്നെ ഉടൻ തന്നെ എൻട്രൻസ് കമ്മീഷണർ കീമിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുന്നതായിരിക്കും എന്നാണ് നമുക്കറിയാൻ സാധിച്ച വിവരം. അതായത് ഈ ആഴ്ചയിൽ തന്നെ അഡ്മിറ്റ് കാർഡ് നിങ്ങളിലേക്ക് എത്തിച്ചേരും. അഡ്മിറ്റ് കാർഡ് ലഭിച്ചാൽ നിങ്ങൾ അത് പ്രിന്റ് ചെയ്ത് നിങ്ങൾ കൊണ്ടുപോകേണ്ട രേഖകളുടെ ഒപ്പം വയ്ക്കേണ്ടതാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉള്ളവരാണെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. കീം എക്സാമിന് വേണ്ടി പഠിക്കുമ്പോൾ കോളേജ് ദോസ് എന്ന പ്ലാറ്റ്ഫോം ഉപയോഗപ്പെടുത്തുവാനും ശ്രമിക്കുക. നന്ദി.